നമസ്കാരം. 8 ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും വിൽമോറും മടങ്ങിയെത്തിയത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അത് അവരുടെ കുറ്റം കൊണ്ടായിരുന്നില്ല. സാങ്കേതിക കാരണങ്ങൾ കാരണമാണ് അവർക്ക് 9 മാസം അവിടെ കഴിയേണ്ടി വന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം, ഇവർക്ക് എത്രയായിരിക്കും ഇതിന് പ്രതിഫലം ലഭിക്കുക, നഷ്ടപരിഹാരം ലഭിക്കുക എന്നൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഒരുപക്ഷെ ഇവർക്ക് സമ്മാനമായി നൽകുകയും വലിയ സ്വീകരണം നൽകുകയൊക്കെ ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഞെട്ടിക്കുന്ന പ്രതിഫലമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. സാധാരണ ഇവർ അവിടുത്തെ ജീവനക്കാരാണ്. ഇവർക്ക് ശമ്പളം എത്രയാണോ ഉള്ളത് അതനുസരിച്ചുള്ള പ്രതിഫലം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. ഓവർ ടൈമോ മറ്റ് അലവൻസുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഒരു മുൻ ബഹിരാകാശ യാത്രിക ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി കിട്ടുന്ന ശമ്പളവും കേരളത്തിലെ PSC മെമ്പർമാർക്കും ചെയർമാനുമൊക്കെ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ശമ്പളമൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ തുച്ഛമായ തുകയാണ് ബഹിരാകാശത്ത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട സുനിത വില്യംസിനും അവരുടെ സഹപ്രവർത്തകനും ലഭിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. നാസയുടെ ഒരു രീതി അനുസരിച്ച് ഒരാൾ ബഹിരാകാശത്ത് പോവുകയാണെങ്കിൽ, അത് അവരുടെ ജീവനക്കാരാണെങ്കിൽ, അവർക്ക് എത്രയാണോ പ്രതിഫലം നൽകുന്നത് ശമ്പളം അതുതന്നെയായിരിക്കും അവിടെ ലഭിക്കുക. അതല്ലാതെ ഓവർ ടൈമോ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഇതിനുണ്ട് റിസ്ക് അലവൻസുകളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നാണ് നേരത്തെ ബഹിരാകാശ യാത്രയ്ക്ക് പോയ അവിടുത്തെ ജീവനക്കാരായിരുന്ന പലരും പറയുന്നത്. ബഹിരാകാശ യാത്രികയായിരുന്ന കാഡി കോൾമാൻ പറയുന്നത് പ്രതിദിനം ചെറിയ തുകയാണ് ശമ്പളം ലഭിക്കുന്നതെന്നും തനിക്കിത് ദിവസം $4 ഇതിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നുമാണ്. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ഏതൊരു സർക്കാർ ജീവനക്കാരനും അയാൾക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതുതന്നെയാണ് ഈ ബഹിരാകാശത്ത് പോകുന്ന ഈ ബഹിരാകാശ യാത്രികർക്കും ലഭിക്കുന്നത്. അതല്ലാതെ അവർക്ക് പ്രത്യേക ഏതെങ്കിലും പദവി നൽകുകയോ പ്രത്യേക പൈസ നൽകുകയോ ഒന്നും തന്നെ ചെയ്യുന്ന പദവി അവിടെ ഇല്ല എന്നാണ് ഈ ബഹിരാകാശ യാത്രിക ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സുനിത വില്യംസിൻ്റെയും വിൽമോറിൻ്റെയും കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അവർക്ക് എത്ര രൂപ ശമ്പളമുണ്ട് എന്ന്, അവർക്ക് എത്രയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വിശദമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നാസയിൽ ശമ്പള സ്കെയിലിലെ ഉയർന്ന റാങ്കായ GS-15 സുനിത വില്യംസും വിൽമോറും ഉൾപ്പെടുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരുടെ അടിസ്ഥാന ശമ്പളം പ്രതിവർഷം $1,25,133 മുതൽ $1,62,672 അമേരിക്കൻ ഡോളർ, അതായത് 1.08 കോടി മുതൽ 1.41 കോടി രൂപ വരെയാണ്. രണ്ടുപേരുടെയും ശരാശരി വാർഷിക ശമ്പളം $93,850 അമേരിക്കൻ ഡോളർ മുതൽ $1,22,004 അമേരിക്കൻ ഡോളർ വരെ, ഏകദേശം 81 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് ഉള്ളത്. $1,148 യാത്രാഭത്ത കൂടി ചേർത്താൽ ഇവരുടെ മൊത്തം വരുമാനം $94,998 $1,23,152 ഏകദേശം 82 ലക്ഷം മുതൽ 1.6 കോടി രൂപ വരെ മാത്രമായിരിക്കും ലഭിക്കുക എന്നാണ് ഈ വിവരം. ഏതായാലും ഇവർ ഇപ്പോൾ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് എത്രയാണോ ശമ്പളം കിട്ടിയിരുന്നത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ അവർക്ക് വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കും, സർക്കാർ പാരിതോഷികം പ്രഖ്യാപിക്കും. അങ്ങനെ കാരണം ഇവർ ഒരു സാധാരണ ബഹിരാകാശ യാത്രയല്ല നടത്തിയത്. ഇവർ ശരിക്കും അവിടെ ഒരു വലിയ ദുരിതം പിടിച്ച ഒരു ജീവിതം തന്നെയാണ് അവിടെ നയിച്ചത്. 8 ദിവസത്തേക്ക് പോയ ആളുകൾ 9 മാസം ബഹിരാകാശത്ത് കഴിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. അവർക്ക് ഇത്രയും ചെറിയൊരു പ്രതിഫലമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നറിയുമ്പോൾ, അത് അമേരിക്ക പോലുള്ള രാജ്യത്ത് നമ്മൾ പലതും കരുതിയിരുന്നത് ഇതിന് ശതകോടികളായിരിക്കും ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുക എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. സാധാരണ ശമ്പളം തന്നെയാണ് ഇവർക്ക് ലഭിക്കുക. അത് വാങ്ങി മിണ്ടാതിരിക്കണം എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിയമം അനുസരിച്ച് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല, ആദ്യമായി ബഹിരാകാശത്തെത്തിയ നീൽ ആംസ്ട്രോങ്ങിന് എത്രയാണ് അന്ന് പ്രതിഫലം കിട്ടിയത് എന്നുള്ളത് സംബന്ധിച്ച വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 1969 അദ്ദേഹത്തിന് $12,000 മാത്രമാണ് അന്ന് പ്രതിഫലമായി ലഭിച്ചത്. ഒരുപക്ഷെ അന്നത് വലിയൊരു തുകയായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലക്ഷങ്ങളും കോടികളും ഒന്നും അന്നും നൽകുന്ന പതിവ് നാസയ്ക്കില്ല. ഇത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. നമ്മുടെ നാട്ടിൽ മാത്രം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് പോകുന്നവരെയൊക്കെ തന്നെ പെട്ടെന്ന് ഹീറോമാരാക്കുകയും അവർക്ക് ആവശ്യത്തിലധികം പണം നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പോലും ലക്ഷങ്ങൾ ശമ്പളം നൽകുന്ന ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ബഹിരാകാശത്ത് ഇത്രയും നാൾ ചെലവഴിച്ച ആ 2 മനുഷ്യർക്ക് അവർക്ക് എത്രയാണോ ശമ്പളം ലഭിച്ചിരുന്നത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന പരമമായ സത്യം.